ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. അതാണ് നമ്മുടെ സ്വന്തം പുട്ട്. പുട്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും പുട്ടിൻ്റെ റെസിപ്പി ആയിട്ട് എന്താ ഇതിന് മാത്രം പറയാതിരിക്കുന്നതെന്ന് പറയാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ പുട്ട് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളം നനയ്ക്കാതെയാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനാവശ്യമായിട്ട് നമുക്ക് സാധാ അരിപ്പൊടിയാണ് വേണ്ടത്. അരിപ്പൊടി 250 ml ആണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ അത്രയും തൂക്കത്തിൽ തന്നെ ഒരു കപ്പിൽ ചോറ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തലേന്നത്തെ ബാക്കിയൊക്കെ ആയിട്ടുള്ള ചോറൊക്കെ വരികയില്ലേ, അത് നമ്മളെടുത്ത് സൂക്ഷിച്ച് വെച്ചേച്ചാലും മതി. ആ ചോറും കൂടി അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ തിരുമ്മിയെടുക്കുക. ആ തിരുമ്മിയെടുക്കുന്നതിലാണ് അതിന് മാത്രം ഇട്ട് നമുക്ക് തിരുമ്മേണ്ട ആവശ്യമില്ല. ആ ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തേങ്ങ ഇവിടെ ഞാൻ ചിരകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇല്ല, നമ്മൾ ലാസ്റ്റാണ് തേങ്ങ ഇടുന്നത്. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് ചോറും അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് അതെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്സിയിൽ കറക്കിയെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ആ പൾസ് എന്ന മോഡിലിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ കറക്കി എടുക്കാവുള്ളൂ. അല്ലാതെ 1, 2, 3 എന്നുള്ള നമ്പറിലേക്ക് നമുക്ക് മിക്സിയുടെ സ്വിച്ച് കൊണ്ടുപോകുക വേണ്ട. നമുക്ക് കൈ കൊണ്ട് പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ പൾസാക്കി മാത്രം കൊടുക്കുക മാത്രം ചെയ്യാവുള്ളൂ. ഒരുപാട് നേരം ഇട്ട് അരച്ച് ചെയ്യണേ. ചോറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ആ ചോറും അരിപ്പൊടിയും കൂടെയും ഉള്ള മിക്സ് ഇതിനകത്ത് നന്നായിട്ട് കട്ട പിടിച്ചു പോകും. കട്ട പിടിക്കാതിരിക്കാനായിട്ട് നെയ്സായിട്ട് കിട്ടാൻ വേണ്ടി, നെയ്സ് പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്താലെങ്കിൽ മാത്രമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് പുട്ടുണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ആ പൊടിയുടെ ഒരു മിക്സ് കണ്ടാൽ തന്നെ അറിയാൻ, കണ്ടില്ലേ എത്ര സ്മൂത്തായിട്ടാണ് നമുക്കത് വന്നേക്കുന്നത്. ഇതും ഇങ്ങനെ മാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടെ നമുക്കിങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന 250 ml അളവ് വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു 4 ചിരട്ടപ്പുട്ടിൻ്റെ അതിനകത്താണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടെ നമുക്ക് അങ്ങനെ തന്നെ പൾസ് മോഡിലാക്കിയിട്ട് കൈകൊണ്ട് പിടിച്ചെന്ന് ക്രഷ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ബാക്കിയും കൂടെ ഉണ്ടായിരുന്നത് പൊടി ഞാൻ അതുപോലെ തന്നെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചട്ടപ്പുട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങ ഇടുന്നതിലാട്ടോ ടേസ്റ്റ്. ഞാൻ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ. തേങ്ങ നല്ലോണം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ തയ്യാറി വെച്ചിരിക്കുന്ന പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുക്കറിൽ ഇവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറൊക്കെ നന്നായിട്ട് തിളയൊക്കെ വന്ന വെള്ളമെല്ലാം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിന് ചിരട്ടപ്പുട്ടിന് വെച്ച് കൊടുക്കാം. ആവിയിലിരുന്ന് ഒരു 5 മിനിറ്റ് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല സ്വാദിഷ്ടമായി നല്ല അടിപൊളി സോഫ്റ്റ് പഞ്ഞിക്കെട്ട് പുട്ട് നമുക്ക് റെഡിയാകും. അപ്പം നമുക്ക് വെയിറ്റ് ആൻഡ് സീ. പുട്ടുണ്ടെങ്കിൽ പിന്നെ പപ്പടം വേണം. പപ്പടം ഇല്ലാതെ പുട്ട് എന്ത് കഴിക്കാനാ? പപ്പടവും പഴവും പുട്ടൊക്കെ കൂട്ടി തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് പപ്പടം ഒന്ന് വറുത്തെടുക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പുട്ടിൻ്റെ കൂടെ പപ്പടവും കൂട്ടി കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് പപ്പടവും കൂടെ വറുത്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടാണെങ്കിൽ എന്താ, അലങ്കാരത്തിനൊട്ടും കുറവ് വേണ്ടെന്നേ. നന്നായി അലങ്കരിച്ച് തന്നെ ഇരുന്നോട്ടെ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, ഒട്ടും പാടില്ല. നമ്മൾ സാധാരണ വെള്ളം നനച്ചുണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റിയുമാണ്, സോഫ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് താഴെ കമൻറ്റും കൂടെ ചെയ്തേക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.